ഏത് നാട്ടിൽ പോയാലും വ്യത്യസ്തത എന്നത് നരേന്ദ്രമോദിയുടെ മുഖമുദ്രയാണ്. ഓരോ നാട്ടുകാരുടെയും കലാപരിപാടികൾ പങ്കെടുത്ത് അവരുടെ സന്തോഷത്തിൽ പങ്കാളിയാവുക, അതിലൂടെ താൻ എല്ലാവരുടെയും സ്വന്തം സുഹൃത്താണെന്ന് തെളിയിക്കുക. ഇതിപ്പോൾ ലക്നൌവിലെ ദസറ പരിപാടിയിലാണ് വേഷം കെട്ട്. കാഴ്ചക്കാർക്ക് യഥേഷ്ടം മാർക്കിടാം. അതൊക്കെ മൂപ്പർക്ക് വലിയ ഇഷ്ടമാണ്. സഹൃദയരെ, ഞാനിവിടെ അവതരിപ്പിക്കുന്നത് കേവലം ചീപ്പായ നൃത്തച്ചോടുകളല്ല. നമ്മുടെ ഇതിഹാസമായ രാമായണത്തിൽ നിന്നും ചീന്തിയെടുത്ത അവിസ്മരണീയമായ ഒരേട്, ഹനുമാന്റെ ലങ്കാ ദഹനം. എല്ലാം റെഡിയല്ലേ? മുഴുവൻ പപ്പടം ഒട്ടിച്ച് തീർന്നു. സാരമില്ല, നമുക്ക് ആവശ്യം കഴിഞ്ഞ് ഇതിനെ അടുത്ത് വറക്കാം. ഇത് കണ്ട് എല്ലാവരും ഞെട്ടണം. ഒറ്റ ചവിട്ടോട്ടിയുണ്ടല്ലോ. നിന്റെ ഫേസ് കണ്ട ഫ്രണ്ടും ബാക്കും മാറിപ്പോകും. ബണ്ണവിടെ ഇന്നാ കേറ്റി കേറ്റി കുത്തി കേറ്റി. ബാക്കിയുള്ള കുറച്ച് മൂക്കിലും വെക്ക്, ശ്വാസം മുട്ടി ചാകട്ടെ. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്ക്. എന്റെ അടുത്ത് ഹനുമാനില്ലേ? എന്നെ ഹനുമാനെന്ന് വിളിച്ചാണ്ടല്ലോ. നിന്നെയല്ല, എന്റെ അടുത്ത് ഹനുമാൻ ഐറ്റമില്ലേ? നീ പോയി ബണ്ണും പാലും എടുത്തു. ബണ്ണും പാലും ശരിയാ, കഴിച്ചിട്ട് മതി. എനിക്ക് നല്ല വിശപ്പുണ്ട്. വാ. എടാ അതല്ല, ബണ്ണും വാലും ഹനുമാൻ. അതും ഇതൊക്കെ എടുത്ത് വായ കുത്തി കയറ്റി വെക്കണ്ട, ഗ്ലാമറാവും. ഹനുമാനാണെങ്കിൽ ഒരു മേക്കപ്പ് ചെയ്യാതെ നീ നേരെ അങ്ങോട്ട് ചെന്നാ മതി. ഫുൾ മാർക്കാ. അതിൽ നിനക്ക് അഭിമാനിക്കാൻ പറ്റില്ല. നീ ബണ്ണും പാലും എടുത്തിട്ട് പോടാ. അയ്യോ, ഏതാ കുരങ്ങൻ? കുരങ്ങനല്ല, ഹനുമാനാ. മണവാളച്ചെറുക്കന്റെ അനിയന. എന്റെ അമ്മേ, ഇനി ചെറുക്കനെ ഇതേപോലെ തന്നെയാണോ? ഏയ്, ചെറുക്കം എടുക്കനാ. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. എവിടെ തളരാൻ? ഇതൊക്കെ ചെറുത്. സ്വന്തം പാർട്ടിക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയല്ലേ. വേഷം കെട്ടുകൾ ഇനിയും ഒരുപാട് കണ്ടുകൊണ്ടേയിരിക്കും. ജനങ്ങൾ ഒന്നിച്ച് മാർക്കിടുമ്പോൾ ശതമാനം കുറഞ്ഞു പോകാതെ നോക്കണം. പിന്നെ കേരളത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ദേശീയ സമ്മേളനത്തിന് ശേഷവും കാലാവസ്ഥയ്ക്ക് വലിയ മാറ്റം വന്നില്ല. ഈ തവണ ആദ്യം അക്കൗണ്ട് തുറന്നത് BJP ആണെന്ന് ആരോപണം നിലനിൽക്കുമ്പോൾ BJPയുടെ ഒരു പ്രവർത്തകനെ നഷ്ടപ്പെട്ടിരിക്കുന്നു. എല്ലാം ചേർത്ത് ഹർത്താൽ ഗുലുമാലാക്കല്ലേ എന്ന് ഓർമ്മിച്ചുകൊണ്ട് പ്രധാന തലതിരിഞ്ഞ കെട്ടുകൾ ഒരിക്കൽ കൂടി. EP ഒരു തലവേദന എന്ന പുസ്തകം തയ്യാറാക്കാൻ ചിറ്റപ്പൻ പാർട്ടിയിൽ ധാരണ. ഈ ആദർശവാൻ കുപ്പായമിട്ട് മേനോൻ വലിയൊരു ഇമേജ് തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ്. തറവാട്ടുപത്രത്തിന്റെ പിൻബലത്തിൽ വർഷങ്ങൾ കൊണ്ട് അദ്ദേഹം അത് ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. അത് പൊളിക്കാന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല. നമുക്കൊരു നോക്കാം. ചരിത്രരേഖകൾ ഉടൻ കമ്പനി ആസ്ഥാനത്ത് എത്തിക്കണമെന്ന് MDയുടെ ഉത്തരവ്. പുസ്തകത്തിന് സാഹിത്യ മഞ്ജരികൾ പകർന്ന് വനവാസ നേതാക്കൾ. ആ മേഖലയിലുള്ള മുഴുവൻ ആളുകളെയും ആക്ഷേപിക്കുന്ന ആ രീതിയിൽ അവർ എല്ലാം വരട്ടെ. തുളുനാട്ടിൽ നിന്നും കള്ളപ്പയറ്റ് പഠിച്ചിട്ട് വന്ന കള്ളപ്പെടുക. പരിഹരിക്കാനുള്ള മാർഗം തെറ്റുണ്ടെങ്കിൽ തെറ്റ് തിരുത്തലാണ്. പറയേണ്ടവരെല്ലാം പറയട്ടെ, തോന്നിയ പോലെ പറയട്ടെ. നീ ആരെയാടാ പേടിപ്പിക്കുന്നത്? എന്നോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം. സമരത്തിന്റെ അമരത്ത് കയറി BJP നേതാവിന്റെ അഡ്ജസ്റ്റ്മെന്റ്. അപ്പോ കുപ്പി ഒന്ന് വീണാലേ ഉമ്മാരി ചാമ്പാൻ തുടക്കത്തുള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. റബ്ബർ പാലാണ് സത്യം. പ്രഹ്ലാദ, കുപ്പി ഒന്ന് വീഴാതെ അനങ്ങല്ലേ. വന്ന് വീണാ ഓണം പെരുമാറിയിരിക്കണേ. തന്നെ കുളിപ്പിക്കാൻ ആരും നോക്കണ്ടെന്ന് ദില്ലി BJP പ്രസിഡന്റ്. ഇത് കണ്ടുപഠിക്കാവുന്ന രീതിയെന്ന് BJP കേരള ഘടകം. ഓക്കെ മാഡം. വേഷം കെട്ടിന് ഒട്ടും കുറവില്ലാതെ നരേന്ദ്രമോദി. നമ്മുടെ ഇതിഹാസമായ രാമായണത്തിൽ നിന്നും ചീന്തിയെടുത്ത അവിസ്മരണീയമായ ഒരേട്, ഹനുമാന്റെ ലങ്കാ ദഹനം. തന്നെ കളിയാക്കിയവരുടെ വീട്ടിലെത്തി ലങ്കാദഹനം നടത്തുമെന്ന് മുന്നറിയിപ്പ്. അയ്യോ, ഏതാ കുരങ്ങൻ? കുരങ്ങനല്ല, ഹനുമാനാ. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ എന്ന് രാജ്നാഥ് സിംഗ്. തളരരുത് രാമൻകുട്ടി, തളരരുത്. അങ്ങനെ ഇന്നത്തെ കലാപരിപാടിയും അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഹർത്താൽ ആശംസകൾ. ഒപ്പം മോദിയെ വേഷം കെട്ടിച്ചതിൻ്റെ പേരിൽ സ്ഥാനചലനം ഒന്നും ഉണ്ടായില്ലെങ്കിൽ വീണ്ടും കാണാം.
തൽക്കാലം നന്ദി. ഇനി കാണും വരെ നല്ല നമസ്കാരം.